ഹായ് വെൽക്കം ടു ആൾ. ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിനായി നമ്മൾ ആദ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, വഴനയില, അതുപോലെ തന്നെ മസാലയ്ക്കായിട്ട് ആവശ്യമായ വല്യുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എല്ലാം ഇവിടെ റെഡിയാക്കി വെക്കണം. അതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, വല്യുള്ളി എന്നിവ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചൂടായതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നീട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണിത്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം കൂടി മൂടി വെക്കണം. ഇപ്പോൾ നമ്മൾ അരിയിൽ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഒരു പാകത്തെ വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു ദമ്മിട്ട പോലെ ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. മസാല റെഡിയാക്കാനായിട്ട് ചൂടായൊരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച 2 സവോളയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ച 2 തക്കാളിയും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ തക്കാളിയും വല്യുള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ്. എരിവിനായി നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൗഡർ 1/2 ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയില എന്നിവ കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്, പുളിക്കാവശ്യമായിട്ടാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് അതിന് ശേഷം ഒരു 250 ഗ്രാം ചിക്കനാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാല എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധത്തിലാവണം ഇളക്കി യോജിപ്പിക്കേണ്ടത്. നല്ലപോലെ ചൂട് കയറിയതിന് ശേഷം ജസ്റ്റ് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കന് ഒരു 60% വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്കാണ് നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ഇടാനായിട്ട് പോകുന്നത്. ചിക്കന് ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നതിന് മുന്നേ അത് ഓഫ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് റൈസ് ഇട്ടു. അതിന് ശേഷം മല്ലിച്ചപ്പ്, പുതിനയില, ഗരം മസാല പൗഡർ ഇട്ടു. വീണ്ടും നമ്മൾ ഇത്തിരി റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും ഇതേപോലെ മല്ലിച്ചപ്പ്, പുതിനയില, നെയ്യ് എന്നിവ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.